എടാ അതല്ല നമ്മുടെ കൃഷിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൃഷി അടിപൊളിയാണ്. ഞാനുണ്ട്, ആൽബിനുണ്ട്, പിന്നെ നമ്മുടെ പഞ്ചാബി ദോസ്തുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ വന്നിട്ട് കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് കൃഷി ചെയ്യണമെന്ന്. നമ്മൾ സെറ്റ് ചെയ്യാൻ വേണം. ഇനി കൃഷി ചെയ്യുക, പ്രൊഡ്യൂസൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. കടയിൽ നിന്ന് മേടിക്കലൊന്നും ഉണ്ടാവില്ല കുറച്ച് നാളത്തേക്ക്. അതൊക്കെയാണ് പ്ലാൻ. ഇച്ചിരി കൂടുതലല്ലേ? എനിക്കെന്താ പറയാനുള്ളത്? ഇവനീ പറഞ്ഞു നടന്നില്ലെങ്കിലും എന്തിനൊക്കെ നടക്കും, അത് ഉറപ്പ്. എൻ്റെ ഒരു ഇതിൽ കൃഷി ചെയ്യുക, ഒരു 2-3 ചെടിയൊക്കെ നടത്തുക, തിന്നാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. തിന്നാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എന്താ അതിനെ പറയാ, ഒരു മനസ്സുഖം, ശാന്തി, സമാധാനം, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഗൈസ് ഇവിടെ വന്നേ പിന്നെ ഈ സാധനത്തിന് നമ്മൾ കണ്ടുള്ള ഇനി അടുത്ത ഫിഷിങ്ങിന് ഉള്ള ബെയ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മീൻപിടുത്തക്കാരൻ, ഏറ്റവും വലിയ ബെയ്റ്റർ, മാസ്റ്റർ ബെയ്റ്റർ. ഇതെല്ലാം നീ കത്തോണേ. അതെ, ഞാനിടെ പണിക്ക് വേണ്ടത് ബംഗാളി. നോക്കടാ, മിക്സറടാ, ആട്ടുംകാട്ടം പ്ലസ് സോയിൽ മിക്സർ. എടാ ഡോണോ, അതിലെടുത്തോണ്ടോ കൈ മൊത്തം. അളിയെ പറഞ്ഞിരുന്നില്ല നമ്മുടെ തയ്യും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് സഹായിക്കാൻ വേണ്ടി. പിന്നെ വന്നൊഴുകി താഴെ ഇടോന്ന് അറിയില്ല. താഴെ ഇട്ട കൊലപാതകം, താഴെ തന്നെ കൊല്ലും. അങ്ങനെ ചെക്കൻ നമ്മളെ സഹായിച്ച് ഒരു കിടിലം മഴ വേണ്ടി. ഇനി മഴയത്തുനിന്ന് പണിയെടുക്കല്ലേ? അതെ ഗൈസ്, ഇത്ര ഇവിടെ സെറ്റായി. ഇനി ഇവിടെ ഉണ്ട്, ഇനിയും ഇവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ പയറും മത്തങ്ങ നടാമാണ്, വീടുമേക്കൂടെ കയറ്റാമാണ്. എടാ നിന്നെ വേണ്ട, എടാ സാധനം തികഞ്ഞില്ല, കൊഴി കൂടി പോയി. അത് നടക്കുന്നൊന്നുമില്ല. എടാ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ എന്ത് ചെയ്യാൻ പറ്റോ? ഫുഡ് ഇതൊക്കെ വളർന്ന് വലുതായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ ഊക്കാനും, സെറ്റാക്കി കഴിഞ്ഞാൽ അടുത്ത് തിന്നാനും മാത്രമുള്ള മയില്. ഓക്കെ, നമ്മൾ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി, വെണ്ടയ്ക്ക പരിപാടിയൊക്കെ നട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇനി വേറെ കുറച്ച് ചെടി കൊണ്ടുവന്നുണ്ട്. ഇരുട്ടാ പറയാം, അതിന് മുൻപ് അത് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്താലോ? അപ്പോൾ അങ്ങനെ നമ്മുടെ 3 ചെടി നട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയും ഞാൻ 2 പുറത്തും 1 നൈസായിട്ട് അകത്ത് വയ്ക്കുകയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗ്രോത്തും പരിപാടിയൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഒരു 40-50 ദിവസത്തിനുള്ളിൽ ഇതിൽ പൂവൊക്കെ ആയിരിക്കും. പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെടിയൊക്കെ വളർത്തി അതിൽ പൂവൊക്കെ വന്ന് അതിൻ്റെ മുട്ടൊക്കെ ഉണ്ട്. നല്ല ആ വൈബൊക്കെ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ എന്താവെന്ന് അറിയില്ല, ഈ വരണത് ചാണല്ലേ. ഈ കാട് മൊത്തം പാട്ടയത്തിലെടുത്ത് നമുക്ക് കൃഷി തുടങ്ങിയാലോ? എന്തിന്? എൻ്റെ ഇതിലുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ട് കോഴീനെ വളർത്താം. കോഴി താഴത്തെ ചേച്ചി ചെയ്യുന്നുണ്ട്. എവിടെ? ഇവിടെ തന്നെ താഴത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഇവിടെ കോഴിയെ വളർത്താൻ പൂവൻ കോഴിയൊന്നുമില്ല, നിങ്ങൾക്ക് ശല്യമാകത്തില്ല, കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൽബി എന്താ പറയാനുള്ളത്? നല്ല പണി.
ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴാണ് ഈ നാട്ടിൽ മറ്റേ കൃഷി ചെയ്യണ ഒരു വൈബ് മനസ്സിലായേ. അടിപൊളി സാധനം. ഇങ്ങനെ നമ്മൾ തന്നെ 2-3 ചെടിയൊക്കെ നടും, പച്ചക്കറിയൊക്കെ നടും, അത് വളർന്ന് വലുതാണോ വരെ നോക്കി വെക്കും, വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിന് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ തിന്ന്. ഓഫ്, അടിപൊളി ലൈഫ്. നമ്മളീ പൈസയ്ക്ക് വേണം, പൈസ വേണം, പിന്നെ എന്താ പറയുക, നമുക്ക് അത് വേണം ഇത് വേണം എന്നല്ലാണ്ട് ഒരു നൈസ് ലൈഫ്. ഇങ്ങനെ ഒരു വീട്, കുറച്ച് കൃഷി, കുറച്ച് കോഴി, 2-3 പശു, ഒരു കുതിര എന്തായാലും വേണം. ഒരു കുതിരയൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളി ലൈഫ് ഉണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും തിന്നാൻ വേണ്ടിയാണുള്ള പൈസ ഉണ്ടാക്കണേ. അതെ, സത്യമാണ്. തിന്നാനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. പിന്നെ ആഗ്രഹങ്ങളൊന്നും പാടില്ലെന്നുള്ളൂ. അപ്പം ഇരുട്ടായി തുടങ്ങി. ഇന്നത്തെ പരിപാടി ഇനി നാളെ തൊട്ട് നോക്കി നടത്തണം. എന്തുണ്ട് ആൽവി? ഇനിയും പോയി കുറച്ച് സാധനം വാങ്ങണം, കംപ്ലീറ്റ് ചെയ്യണം, റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് അപ്പം ഇന്ന് നമ്മൾ നിർത്താല്ലേ? ഏയ് കുറച്ചുകൂടെ കുറച്ചുകൂടി ഓക്കെ.